ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണമെന്ന നാടകം സമകാലിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളായ പാരിസ്ഥിതിക നാശത്തെയും മനുഷ്യന്റെ വർദ്ധിച്ചുവരുന്ന അധികാരധനമോഹങ്ങളെയും വളരെ തീവ്രമായി ആവിഷ്കരിക്കുന്ന ഒരു മികച്ച കൃതിയാണ്. നാടകം ആരംഭിക്കുന്നത് വഴിവക്കിലുള്ള ഒരു വലിയ അരയാൽച്ചുവട്ടിലാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ പച്ചപ്പുള്ള വനം വെട്ടിനശിപ്പിച്ചതിന്റെ അടയാളങ്ങളും ചുറ്റും വിരിഞ്ഞു നിൽക്കുന്ന വെളുത്ത പൂക്കളും കാണാം. മരക്കൊമ്പുകളിലും താഴെയുമായി വെളുത്ത പക്ഷികളുടെ വേഷമിട്ടവർ പാട്ടുപാടി സന്തോഷത്തോടെ കഴിയുന്നു. ഈ സമയത്ത് അന്ധനും മുഖത്ത് പ്രത്യേക തേജസ്സുള്ളവനുമായ പക്ഷിശാസ്ത്രകാരൻ അവിടേക്ക് വരുന്നു. തന്റെ ചിറകിൻ കീഴിലുണ്ടായിരുന്ന ഒരു പക്ഷിയെ കാണാതായതിന്റെ സങ്കടം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. കൂട്ടം തെറ്റിപ്പോയ ആ കിളി ഇതുവരെ മടങ്ങി വന്നില്ലല്ലോ എന്നദ്ദേഹം ആകുലപ്പെടുമ്പോൾ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ചിറകരിഞ്ഞ് ഓടിപ്പോയതാണെന്നും എന്നെങ്കിലും തിരിച്ചുവരുമെന്നും ഒരു കിളി മറുപടി നൽകുന്നു. തനിക്ക് പ്രായം കൂടുന്തോറും അകക്കണ്ണിലെ വെളിച്ചവും തിരിച്ചറിവും കൂടുകയാണെന്ന് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു. തങ്ങളെ വിട്ടുപോയവൻ തന്റെ മരണം കാണാനെങ്കിലും ഒരിക്കൽ മടങ്ങിവരുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു. ആഹാരം ലഭിക്കാതെ വിഷമിക്കുന്ന കിളികളോട് തങ്ങൾ മുൻപ് നടത്തിയ ദീർഘദൂര യാത്രകളെക്കുറിച്ചും തേനിരുവിയുടെ ഉത്ഭവസ്ഥാനത്ത് കുളിച്ചതിനെക്കുറിച്ചും 7 കടലുകൾ താണ്ടിയതിനെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പാവപ്പെട്ടവരുടെ പട്ടിണി പങ്കുവെച്ചു കഴിഞ്ഞ ആ യാത്രയിൽ ഒഴിഞ്ഞ പാത്രത്തിലെ ഒരു ചീരയില പോലും തങ്ങൾക്ക് വലിയൊരു വിരുന്നായിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നു. അപ്പോൾ തങ്ങൾ ഗോതമ്പുവയലുകൾക്ക് മുകളിലൂടെ പറന്നപ്പോൾ വേട്ടക്കാരുടെ വെടിയേറ്റെങ്കിലും തളരാതെ പറന്ന കാര്യം ഒരു കിളി പങ്കുവെക്കുന്നു. കിളികൾ ഒടുവിൽ കൂട്ടിലെത്തിയെങ്കിലും തങ്ങൾക്ക് അഭയം നൽകിയിരുന്ന വനം മുഴുവൻ ആരോ വെട്ടിനശിപ്പിച്ച വിവരം പക്ഷിശാസ്ത്രകാരൻ ദുഃഖത്തോടെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് വെളുത്ത പൂക്കൾ മാത്രമാണ്. ഭാവിയിലേക്ക് ആഹാരമൊന്നും സംഭരിച്ചു വെക്കാത്തതിനാലും സ്വന്തമായി വിതയ്ക്കാൻ മണ്ണില്ലാത്തതിനാലും കിളികൾ വിശപ്പുകൊണ്ട് കരയുന്നു. അന്ധനായ പക്ഷിശാസ്ത്രക്കാരൻ വായുവിൽ തപ്പിനോക്കിക്കൊണ്ട് ദൂരെയുള്ള കുന്നിൻപുറത്ത് വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ കാണിച്ചുകൊടുക്കുകയും ഇരുട്ടുന്നതിനു മുൻപ് അവിടെ പോയി ആഹാരം കഴിച്ച് തിരിച്ചെത്താൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആ കതിരുകൾ ആരുടേതാണെന്ന് കിളികൾ ചോദിക്കുമ്പോൾ ഈ ഭൂമി മുഴുവൻ നമുക്കുള്ളതാണെന്നും വന്യഭൂമിയിൽ ഏതോ ഒരു താപസൻ വിതച്ച വരിനെല്ലാണ് അവിടെ 1000 മേനിയായി വിളഞ്ഞു നിൽക്കുന്നതെന്നും പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു. കാറ്റിനൊപ്പം തലയാട്ടി കളിക്കുന്ന ആ നെൽക്കതിരുകൾ കൊയ്തെടുക്കാൻ അദ്ദേഹം കിളികളോട് ആഹ്വാനം ചെയ്യുകയും സന്തോഷത്തോടെ നൃത്തം ചവിട്ടുകയും ചെയ്യുന്നു. എന്നാൽ പാടത്തിന്റെ ഉടമസ്ഥൻ ഇതറിഞ്ഞാൽ കെണിയൊരുക്കുമോയെന്ന് കിളികൾ ഭയപ്പെടുന്നു. ഈ മലയോരത്ത് ആരും കെണിവെക്കില്ലെന്നും വിതച്ചതെല്ലാം നമുക്കായി വിളഞ്ഞു നിൽക്കുകയാണെന്നും പറഞ്ഞ് ഗുരു അവരുടെ ഭയം മാറ്റുന്നു. കിളികൾ സന്തോഷത്തോടെ പറന്നുയർന്ന് വീണ്ടും ഗുരുവിനു ചുറ്റും വന്നിരിക്കുന്നു. തനിക്ക് പ്രായം കാരണം ഇനി പറക്കാൻ കഴിയില്ലെന്നും കടുത്ത വേനലിൽ മലയോരത്തെ കാട്ടരുവി വറ്റിപ്പോയോ എന്ന് അന്വേഷിച്ചു വരണമെന്നും പക്ഷിശാസ്ത്രക്കാരൻ ആവശ്യപ്പെടുന്നു. അരുവിയിൽ ഒരിത്തിരി വെള്ളമുണ്ടെന്ന് കിളികൾ പറയുമ്പോൾ വഴിയിൽ ഇരുട്ടാണെങ്കിലും ഹൃദയത്തിലെ വെളിച്ചം ഒന്നായൊഴുക്കി ഒരുമിച്ച് പറന്നുയരാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. കടുത്ത ചൂടിൽ ചിറകുകൾ കരിയുന്നു എന്ന് കിളികൾ പരാതിപ്പെടുമ്പോൾ തങ്ങൾക്ക് തണലേകിയ വനത്തിന്റെ വേരറുക്കുന്ന രാക്ഷസന്മാരെക്കുറിച്ച് പക്ഷിശാസ്ത്രക്കാരൻ ഓർമ്മിപ്പിക്കുന്നു. ആ രാക്ഷസനെ താൻ കണ്ടിട്ടുണ്ടെന്ന് ഒരു കിളി വ്യക്തമാക്കുന്നു. കയ്യിൽ കൂരമ്പും ക്രൂരമായ നോട്ടവുമായി തങ്ങളെ വേട്ടയാടാൻ ഇരുട്ടിൽ നടപ്പവനാണ് ആ രാക്ഷസനെന്ന് കിളികൾ പറയുന്നു. സ്വന്തം വിരുന്നിന് വിഭവം കൂട്ടാൻ നടക്കുന്ന അവന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകണമെന്നും അവന്റെ വിഷമുനയേൽക്കാതെ സൂക്ഷിക്കണമെന്നും പക്ഷിശാസ്ത്രക്കാരൻ കിളികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ തങ്ങളുടെ ചിറകടികൊണ്ട് ആ വേട്ടക്കാരന് പോലും കുളിർമ നൽകുമെന്നാണ് ഒരു കിളി പറയുന്നത്. തങ്ങൾക്ക് തണലേകിയവനും വെട്ടിയവനും ഒരുപോലെ തണലേകുന്ന പ്രകൃതിയുടെ അവസ്ഥയെക്കുറിച്ച് പക്ഷിശാസ്ത്രക്കാരൻ ഓർമ്മിപ്പിക്കുന്നു. കൊള്ളക്കാർ മരങ്ങൾ വെട്ടിയപ്പോൾ മരം മാറി മാറി
ഒടുവിലെത്തിയ ഈ മരവും ഇല്ലാതായാൽ നമ്മളെവിടെ കൂടുകൂടും എന്ന് കിളികൾ ആകുലപ്പെടുന്നു. എവിടെ കൂടുകൂട്ടുമെന്ന ചോദ്യത്തിന് അലറുന്ന കടലിലെ തിരമാലകൾക്ക് മുകളിൽ നമ്മൾ കൂടുകൂട്ടി അതിജീവിക്കുമെന്ന് പക്ഷിശാസ്ത്രകാരൻ പറയുന്നു. ഇത് കേട്ട് ആവേശഭരിതരായ കിളികൾ കടലിലെ തിരകളിൽ കൂടുകൂട്ടി പാട്ടുപാടി ജീവിക്കുന്നതിനെക്കുറിച്ച് ഒന്നിച്ചു പാടുന്നു. കടലിളകി കൂട് തകർന്നാൽ തിരകൾ വിഴുങ്ങില്ലേ എന്ന ചോദ്യത്തിന് കടലിനടിയിലെ മുത്തുച്ചിപ്പിയിൽ മുത്തായും പവിഴമായും വെളിച്ചത്തിന്റെ ഉറവയായും തങ്ങൾ വിണ്ണിന്റെ മക്കളായി വീണ്ടും ഉണരുമെന്ന് പക്ഷിശാസ്ത്രകാരൻ കാവ്യാത്മകമായി മറുപടി നൽകുന്നു. എന്നിട്ടും തങ്ങൾക്ക് വിശക്കുന്നുവെന്ന് കിളികൾ പറയുമ്പോൾ പക്ഷിശാസ്ത്രകാരൻ ഉയർന്ന ഒരിടത്ത് കയറി നിന്ന് പാടത്ത് പോയി വിതച്ചത് കൊയ്തുവരാൻ വീണ്ടും ആവശ്യപ്പെടുന്നു. സന്ധ്യയാകുന്നതിനു മുൻപ് തിരിച്ചെത്തണമെന്നും പാടത്തിനുടമയെ കണ്ടാൽ എന്തു ചെയ്യുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. പാടത്തിനുടമയുടെ സ്വർണ്ണക്കിരീടം കൊത്തിയെടുത്ത് പറക്കുമെന്നും എല്ലാവരും കൂടി കൊത്തി അവനെ പാടത്തിന്റെ നടുവിൽ വീഴ്ത്തുമെന്നും കിളികൾ ക്രോധത്തോടെ പറയുന്നു. എന്നാൽ രക്തച്ചൊരിച്ചിൽ ഒന്നിനും പരിഹാരമല്ലെന്നും ശത്രുവിന്റെ ചോര കൊണ്ട് മണ്ണ് കുഴയ്ക്കരുതെന്നും പറഞ്ഞ് പക്ഷിശാസ്ത്രകാരൻ അവരെ വിലക്കുന്നു. ശത്രുവിനെ ഉപദ്രവിക്കാതെ പാട്ടുപാടുന്ന കിളികൾക്ക് വരിനെല്ല് നൽകി സ്തുതി പാടാനും തനിക്കായി ഒരു കതിർ കൊണ്ടുവരാനും പക്ഷിശാസ്ത്രകാരൻ ആവശ്യപ്പെടുന്നു. താൻ അതുവരെ കുന്നിൻമുകളിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥനയിലും ധ്യാനത്തിലും കൂട്ടം തെറ്റിപ്പോയ കിളിയെ ഓർത്ത് ഇരിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. കിളികൾ ആവേശത്തോടെ പറന്നുപോകുന്നു. അവരുടെ പറക്കലിനെ ചിറകുവച്ച ചിന്തകൾ, തീപിടിച്ച സ്വപ്നങ്ങൾ എന്നു വിശേഷിപ്പിച്ച് അദ്ദേഹം പുറകിലേക്ക് മാറി ധ്യാനത്തിൽ മുഴുകുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് പാടത്തിനുടമ കയ്യിൽ വില്ലും അമ്പുമായി ഭീകരമായ ഭാവത്തിൽ അവിടേക്ക് കടന്നുവരുന്നു. തന്റെ പാടത്തെ നെല്ലു കൊയ്യാൻ കിളികളെ വിട്ടവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് പാടത്തിനുടമ പാഞ്ഞെത്തുന്നത്. കുന്നിൻമുകളിൽ ധ്യാനത്തിലിരിക്കുന്ന പക്ഷിശാസ്ത്രകാരനെ അവൻ ബനനായി പിടിച്ചുകൊണ്ടുവരുന്നു. അവന്റെ കയ്യിലെ കൂരമ്പ് കണ്ട് പക്ഷിശാസ്ത്രകാരൻ ഞെട്ടുന്നു. തന്റെ പാടം നശിപ്പിക്കാൻ കിളികൾക്ക് ഈണവും ഊർജവും നൽകിയത് പക്ഷിശാസ്ത്രകാരനാണെന്ന് ഉടമ കുറ്റപ്പെടുത്തുന്നു. തന്റെ കിളികൾ 1000 ചിറകുകളോടെ വിളഞ്ഞ പാടം തേടിപ്പോയതാണെന്ന് പക്ഷിശാസ്ത്രകാരൻ സന്തോഷത്തോടെ പറയുന്നു. ആ പാടങ്ങളെല്ലാം എന്റേതാണെന്ന് ഉടമ പ്രഖ്യാപിക്കുമ്പോൾ കിളികൾ തനിക്കായി ഓരോ കതിരുമായി മടങ്ങിയെത്തുമെന്ന് പക്ഷിശാസ്ത്രകാരൻ വ്യക്തമാക്കുന്നു. അവരെ വേട്ടയാടാൻ നടക്കുന്ന ഉടമയോട് താനില്ലെങ്കിലും ഈ തൂണിലും തുരുമ്പിലും വെളുത്ത പൂക്കളിലും ധ്രുവനക്ഷത്രത്തിലും തന്റെ ചിന്തകൾ കൊത്തിവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഈ വെളുത്ത പൂക്കൾ മൊട്ടായിരിക്കുമ്പോൾ തന്നെ തന്റെ ചിന്തകൾ അറിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ പ്രകൃതിയെയും മനുഷ്യരെയും കുറിച്ച് ഒന്നിച്ച് ധ്യാനിക്കാമെന്ന് പക്ഷിശാസ്ത്രകാരൻ പറയുമ്പോൾ പാടത്തിനുടമ പരിഹസിച്ച് ചിരിക്കുന്നു. അദ്ദേഹം മരത്തിന്റെ പുറകിലേക്ക് ധ്യാനനിരതനായി പോകുമ്പോൾ ധ്യാനത്തിലിരിക്കുമ്പോൾ തന്നെ ഇയാൾ കൂരമ്പേറ്റു മരിക്കട്ടെയെന്ന് പറഞ്ഞ് ഉടമ തന്റെ ആവനാഴിയിലെ അമ്പുകളെല്ലാം എടുത്ത് പക്ഷിശാസ്ത്രക്കാരന് നേരെ ക്രൂരമായി എയ്യുന്നു. തന്റെ ഗുരുനാഥൻ കൂടിയായ പക്ഷിശാസ്ത്രക്കാരൻ അമ്പേറ്റു പിടയുമ്പോൾ അദ്ദേഹത്തിന്റെ ദയനീയമായ വിലാപം ഉയരുന്നു. ഗുരുവിനെ കൊന്നശേഷം തന്റെ തോട്ടത്തിലെ വെളുത്ത പൂക്കൾക്ക് കൂടുതൽ ചോപ്പ് നൽകാൻ പക്ഷിശാസ്ത്രക്കാരന്റെ ചോരയ്ക്ക് കഴിയുമെന്ന് ഉടമ വിജയാഹ്ലാദത്തോടെ പറയുന്നു. ഇനി ആ പക്ഷികളുടെ വെളുത്ത വയറ്റിലേക്കും അമ്പെയ്യുമെന്ന് അവൻ പ്രഖ്യാപിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്റെ ചുറ്റുമുള്ള വെളുത്ത പൂക്കൾ ചുവപ്പായി മാറുന്നത് കണ്ട് ഉടമ അതീവ പരിഭ്രാന്തനാകുന്നു. ഭയം കാരണം നാലുപാടും ഓടിയ അവൻ ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഓടിമറയുന്നു. ഈ സമയത്ത് ചുണ്ടിൽ നെൽക്കതിരുകളുമായി കിളികൾ പാട്ടുപാടിക്കൊണ്ട് ഗുരുവിന്റെ അരികിലേക്ക് മടങ്ങിയെത്തുന്നു. ഗുരുവിനെ അവിടെയെങ്ങും കാണാത്തതിനാൽ കിളികൾ അതീവ ദുഃഖിതരാകുന്നു. തങ്ങൾ നാടും കാടും ചുറ്റി നടന്നപ്പോൾ തങ്ങളെ പോറ്റിയ ഗുരു ഇവിടെ ആരുമില്ലാതെ ഒറ്റയ്ക്കായിപ്പോയല്ലോ എന്ന് അവർ വിലപിക്കുന്നു. പെട്ടെന്ന്
ചുറ്റുമുള്ള വെളുത്ത പൂക്കളെല്ലാം ചോരയണിഞ്ഞ് ചുവന്നിരിക്കുന്നത് കണ്ട് അവർ അമ്പരപ്പോടെ അത് നടന്നു കാണുന്നു. പാടത്തിനുടമ കയ്യിൽ കൂരമ്പുമായി നടന്നിരുന്നത് അവർ ഓർക്കുന്നു. ഉടമ ഗുരുവിനെ ഉപദ്രവിച്ച് മുറിവേൽപ്പിച്ചോ എന്ന് കിളികൾ ഭയപ്പെടുന്നു. ഈ പാടത്തിനുടമ പണ്ട് തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും തിളങ്ങുന്ന നാണയങ്ങൾ കണ്ട് സ്വന്തം സ്വർണച്ചിറകുകൾ അറുത്തെറിഞ്ഞു പോയവനാണെന്ന് അവർ തിരിച്ചറിയുന്നു. അവൻ ഗുരുവിനെ തള്ളിപ്പറയുകയും ചങ്ങലയ്ക്കിടാൻ ഉത്തരവിടുകയും ചെയ്തവനാണ്. ആ പ്രതികാരം തീർക്കാനാണോ അവൻ കൂരമ്പുമായി നടന്നതെന്ന് അവർ സംശയിക്കുമ്പോൾ പുറകിൽ ശരശയ്യയിൽ കിടക്കുന്ന പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയമായ വിലാപം കേൾക്കുന്നു. ജീവിതത്തിലെ കടുത്ത വേദനകളെയും കാരണമില്ലാത്ത ദുഃഖത്തെയും കുറിച്ച് വിലാപത്തോടെ സംസാരിക്കുന്ന ഗുരുവിന്റെ അരികിലേക്ക് കിളികൾ ഓടിയെത്തുന്നു. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ കൂരമ്പ് തറച്ചിരിക്കുന്നത് കണ്ട് അവർ ഞെട്ടുന്നു. മഹാഭാരതത്തിലെ ഭീഷ്മരെപ്പോലെ ഏത് യുദ്ധം തീരാനാണ് അങ്ങിങ്ങനെ ശരശയ്യയിൽ കിടക്കുന്നത് എന്നവർ ചോദിക്കുന്നു. ഈ സമൂഹത്തിൽ കൗരവരായ ദുഷ്ടശക്തികൾ അധികാരം വാഴുമ്പോൾ നല്ലവർ ഇന്നും വനവാസത്തിലാണെന്ന് അവർ തിരിച്ചറിയുന്നു. ഗുരുവിന്റെ വേദന മാറ്റാൻ ശരീരത്തിലെ അമ്പുകൾ ഓരോന്നായി ഊരിയെടുക്കാൻ അവർ തയ്യാറെടുക്കുന്നു. കൂട്ടത്തിൽ നിന്നും വഴിതെറ്റിപ്പോയവനെ കാണാത്ത ദുഃഖമാണ് തന്റെ ശരീരത്തിലെ വേദനയേക്കാൾ വലുതെന്ന് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു. ഗുരുവിനെ ഉപദ്രവിച്ച ആ കാട്ടാളനെ കൊത്തിത്തിന്നാൻ കിളികൾ ഒരുങ്ങുമ്പോൾ അവൻ മറ്റാരുമല്ല, പണ്ട് തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സ്വന്തം ചിറകരിഞ്ഞുപോയ ആ പഴയ കൂട്ടുകാരൻ തന്നെയാണ് എന്ന് പക്ഷിശാസ്ത്രക്കാരൻ വെളിപ്പെടുത്തുന്നു. നിങ്ങളെ ദ്രോഹിക്കാൻ തക്കം പാർത്തിരിക്കുന്ന അവൻ തന്നെയാണ് തന്റെ ശരീരം കൂരമ്പുകളാൽ തകർത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇനി ആർക്കും പുതിയ ചിറകുകൾ നൽകാൻ തനിക്ക് കഴിയില്ലല്ലോ എന്ന് പക്ഷിശാസ്ത്രക്കാരൻ സങ്കടപ്പെടുന്നു. കിളികൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും അമ്പുകൾ ഓരോന്നായി ഊരിയെടുക്കുന്നു. ആ സമയത്ത് അത്ഭുതകരമെന്ന വണ്ണം കിളികളുടെയെല്ലാം അടിവയറ്റിലും ചിറകുകൾക്കുള്ളിലും വലിയൊരു ചുവന്ന വര പ്രത്യക്ഷപ്പെടുന്നു. വെളുത്ത പൂക്കളും തങ്ങളുടെ വെള്ളിത്തൂവലുകളും ചുവന്നതിനെക്കുറിച്ച് അവർ സങ്കടത്തോടെ പാടുന്നു. ആ അമ്പുകൾ കൊണ്ട് അവിടെ ഒരു ശയ്യയൊരുക്കാൻ പക്ഷിശാസ്ത്രക്കാരൻ ആവശ്യപ്പെടുകയും അതിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. തന്റെ തോട്ടത്തിലെ പൂക്കളെല്ലാം ചുവന്നതും എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തുരിച്ചുനോക്കുന്നതും കണ്ട ഭയന്നോടിയ പാടത്തിനുടമ ജീവരക്ഷാർത്ഥം കിളികളുടെ ചിറകുകൾക്കുള്ളിൽ അഭയം തേടിയെത്തുന്നു. ചിറകില്ലാത്തതിനാൽ തനിക്ക് പറക്കാൻ കഴിയില്ലെന്നും ഉടമയാകാനും കൂരമ്പേന്താനും വേണ്ടി താൻ തന്നെയാണ് അവ അറുത്തെറിഞ്ഞതെന്നും അവൻ കരഞ്ഞു പറയുന്നു. കിളികൾ അവന് സ്വർണച്ചിറകുകളും സ്വപ്നങ്ങളും സ്നേഹത്തോടെ സമ്മാനിക്കുന്നു. ആ നിമിഷം ചുവന്ന പൂക്കൾ വീണ്ടും പളുങ്കുപോലെ വെളുത്ത പൂക്കളായി മാറുന്നു. എല്ലാവരും ഒന്നാണെന്ന ബോധ്യത്തോടെ ഒന്നിച്ചു പറക്കാനുള്ള ഉടമയുടെ തീരുമാനത്തോടെ നാടകം അവസാനിക്കുന്നു.